Here is the list of duplicate voters. സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ മറന്നുപോയെന്ന് തോന്നുന്നതോ അതോ ന്യൂസ് വാല്യൂ കുറഞ്ഞതുകൊണ്ടോ ആയിരിക്കാം നമ്മളിപ്പോൾ ചർച്ച ചെയ്യാത്ത ഒരു വിഷയത്തെ പറ്റിയാണ്. വേറൊന്നുമല്ല, രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ഒരു പ്രസ് മീറ്റിൽ വെച്ച് ഈ ഇന്ത്യ മഹാരാജ്യത്തോട് വിളിച്ചു പറഞ്ഞ വോട്ട് ചോരി എന്ന് പറഞ്ഞ വോട്ട് കൊള്ളയെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ ജനാധിപത്യം നശിച്ചു എന്ന് പലർക്കും തോന്നാൻ തുടങ്ങിയ ഒരു വിഷയമാണിത്. എന്നിട്ടും ആൾക്കാർ ഇത് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ ഇപ്പോൾ കേരളം എടുക്കുകയാണെങ്കിൽ ഇവിടെ അസംബ്ലി ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ന്യൂസ് മൊത്തം ഇലക്ഷനെ പറ്റിയാണ്. പക്ഷെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വോട്ട് ചോരിയെ പറ്റിയാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ 2025 ഓഗസ്റ്റ് 7 കോൺഗ്രസ് നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇതിനെപ്പറ്റി ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ച് പറയുന്നത്. പക്ഷെ ഇത് രാഹുൽ ഗാന്ധി മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. BJP നേതാവായ അനുരാഗ് താക്കൂറും ഇതിനെപ്പറ്റി ഓഗസ്റ്റ് 13, 2025 പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാം പ്രതീക്ഷ പോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ തന്നെ ഓഗസ്റ്റ് 17, 2025 ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു. എന്നാൽ നമ്മൾ പ്രതീക്ഷ പോലെ ഒരു വാർത്താ സമ്മേളനമായിരുന്നില്ല അത്. ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടി നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിട്ടില്ല. വോട്ട് ചോരിയെ പറ്റിയുള്ള രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. അതിൽ രാഹുൽ ഗാന്ധി പറയുന്നത് 1,00,000-ലധികം ഫേക്ക് വോട്ടേഴ്സ് ഉണ്ടെന്നാണ്. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ ഇത് കേവലം നമ്മുടെ രാജ്യം ഒട്ടാകെയുള്ള എണ്ണമല്ല, കേവലം ഒരു മണ്ഡലത്തിലെ കള്ള വോട്ടർമാരുടെ എണ്ണമാണ്. ഇത് ലോക്സഭാ മണ്ഡലമായ ബാംഗ്ലൂർ സെൻട്രലിലെ നിയമസഭാ മണ്ഡലമായ മഹാദേവപുരിയാണ്. ഇവിടെ വോട്ടേഴ്സിന്റെ എണ്ണം ഏകദേശം 6 ലക്ഷമാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ എത്ര തീവ്രതയിലാണ് വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്ന്. ഇത് ബാംഗ്ലൂർ ലോക്സഭാ സെഗ്മെന്റിലെ 7 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ 6ഉം കോൺഗ്രസ് ജയിച്ചപ്പോൾ ഈ മഹാദേവപുരയിൽ മാത്രമാണ് വലിയ ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് തോൽക്കുകയുണ്ടായത്. ഇതാണ് അവർക്ക് സംശയം തോന്നാൻ കാരണമാക്കിയത്. Very good.